എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ, ആ AC-യുടെ തണുപ്പിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാല്യ കൗമാരങ്ങളെ ഓർത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൾഫ് നാടുകൾ അനുഭവിച്ച കഷ്ടങ്ങളും വേദനകളും ഓർത്ത് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു വന്നിട്ടുള്ളവരാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നോക്കുവിന് നമ്മൾ പലപ്പോഴും പഴയ കാര്യങ്ങൾ ഓർക്കാറില്ല. ഇപ്പോൾ അല്പം കിട്ടുന്ന 10 പുത്തനിൽ ആശ്രയിച്ച് ആ പുത്തൻ കൊടുത്ത് നമ്മളെന്താണ് പുത്തൻ എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് ചില നേതാക്കന്മാരെ നമ്മൾ വശത്താക്കി കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ നമ്മളൊക്കെ നേടിയെന്ന വിചാരം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നീ മരണഭീതിയില്ല എന്ന് മാത്രമല്ല, നീ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പുറമെ നീ സന്തോഷവാനാണെങ്കിലും, പുറമെ നീ ഉല്ലാസവാനാണെങ്കിലും, മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നവരാണെങ്കിലും, അതേപോലെ മറ്റുള്ളവരെ പറ്റി പരിഹാസം പറയുന്നവരാണെങ്കിലും, നിന്റെ ഏകാന്തതയിൽ നിങ്ങളെല്ലാം കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോവുകയാണ്. നാളെ പറ്റിയുള്ള ഭാരങ്ങള്, കടങ്ങള്, കടബാധ്യതകള്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള നിലവിളികള്, പ്രിയപ്പെട്ട രോഗപീഠകള്, മരണത്തിന്റെ ഭയം എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്ത ചില തെറ്റുകളെ, പാപങ്ങളെ പറ്റിയുള്ള കുറ്റബോധങ്ങള് വേണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഏകാന്തതയിലിരിക്കുമ്പോൾ തല കുടയാണ് അസ്വസ്ഥ വേണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ടില്ലയോ ഞാൻ ഇന്നും വേദന അനുഭവിച്ചത്. പ്രിയപ്പെട്ട 20-ാമത്തെ വയസ്സിൽ നീ ചെയ്ത അരുതാത്ത ഒരു കാര്യം 75 വയസ്സായിട്ട് നിന്നെ വേട്ടയാടുന്നെങ്കിൽ നിന്റെ യഥാർത്ഥമായിരിക്കുന്ന ശത്രു നിന്റെ പാപമാണ്. പ്രിയപ്പെട്ടവര്, ആ പാപത്തെ പറ്റിയും ആ പാപത്തിൽ നിന്നുള്ള വിടുതലുമാണ് ഞങ്ങൾ യേശുക്രിസ്തുവിൽ പറയുന്നത്.